ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ഈവനിങ് വ്ളോഗാണ്. വൈകിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് ചായ കുടിക്കുകയാണ്. ചായ കുടിക്കുന്നത് അത്ര ഹെൽത്തി അല്ലെന്നറിയാം, എന്നാലും പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമായതുകൊണ്ട് അത് അങ്ങനെ പോന്നു. ചായ കുടി കഴിഞ്ഞ് നേരെ പോയത് സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന ടിഫിൻ ബോക്സ് ഒക്കെ കഴുകി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതൊക്കെ കഴുകി വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത്, പാർത്തി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് വൈകിട്ട് ഇന്ന് ഇലയപ്പം വേണമെന്ന്. അപ്പോൾ ഇവിടെ ഇലയപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് തോന്നുന്നു പറയുന്നത് കേട്ടോ. ഇലയടയെന്നും വത്സെന്നും ഇതിന് പേരുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ ഞാൻ ഇലയൊക്കെ കട്ട് ചെയ്ത് നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഇതിലേക്ക് നമ്മുടെ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവ് ഒന്ന് പരത്തി കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം കൈ വെച്ചിട്ട് പരത്താൻ നോക്കി, പക്ഷേ ഫോൺ കയ്യിലുണ്ടായത് കൊണ്ട് പരത്താൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ട് അത് നന്നായിട്ടങ്ങ് പരത്തി കൊടുത്തു കേട്ടോ. നല്ല നൈസായിട്ടങ്ങ് പരത്തി കൊടുത്തു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനി തേങ്ങയും ശർക്കരയും കൂടെ മിക്സാക്കി വെച്ചിരുന്ന ആ ഒരു കൂട്ടും കൂടെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് അതങ്ങ് അടച്ച് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇഡ്ഡലിക്കുട്ടീൻ്റെ തട്ടിലോട്ട് അങ്ങോട്ട് വെച്ച് വേവിച്ചെടുക്കാവേ. അപ്പോഴത്തേക്ക് പവിക്കുട്ടൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് സ്കൂളിലെ ഹോംവർക്കൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ആൾറെഡി ട്യൂഷൻ പഠിക്കാൻ ഒരാളുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ ഇരുന്ന് അവനും ഹോംവർക്കൊക്കെ അങ്ങ് ചെയ്ത് വെച്ചോളൂ. അങ്ങനെ നമ്മുടെ ഇലയുടെ വേവാനായിട്ട് എന്തായാലും ഒരു 10 മിനിറ്റ് പുറത്തെടുക്കും. അപ്പോൾ ഞാൻ കുറച്ച് നേരം പുറത്ത് വന്നിരുന്നു കേട്ടോ. പുറത്ത് വന്നിരുന്നപ്പോൾ ഭയങ്കര കാറ്റ്. ആ സമയം കൊണ്ട് നമ്മുടെ ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇല ഇങ്ങനെ തുറക്കുന്ന സമയത്ത് ഈ ഇലയിലൊന്നും ഒട്ടാതെ നമുക്ക് എടുക്കാൻ പറ്റിയാലേ, ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇലയിലൊന്നും അത് പറ്റി പിടിച്ചിട്ടില്ല. അപ്പം പാർത്തിക്ക് കൊടുത്തിട്ട് കുളിച്ചിട്ട് വന്ന് ഞാനും അത് കഴിച്ചു കേട്ടോ.